ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. SP ഫോട്ടോക്കിന്റെ പുതിയൊരു വീഡിയോയിലോട്ട്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എന്താ പറയാൻ പോകുന്നത് വെച്ചാൽ, ഡ്രീം ഇലവനിൽ ഒരുപാട് പേർക്ക് ലോസ് ഉണ്ടല്ലേ. ഈ ലോസിനൊക്കെ മെയിൻ കാരണം IPL തന്നെ ആയിരിക്കും. കാരണം IPL നിങ്ങൾ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തിട്ടായിരിക്കും കൂടുതൽ പൈസ നിങ്ങളായി ലോസ് ആവുന്നത്. സോ അതിനുള്ള ഒരു പരിഹാരം ഞാൻ പറഞ്ഞുതരാം. മാക്സിമം IPL ഒന്ന് ഒഴിവാക്കാൻ ശ്രമിച്ചതിന് ശേഷം വേറെ മത്സരങ്ങളൊക്കെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ വിന്നാനുള്ള പോസിബിലിറ്റി. IPL മുഴുവനായിട്ട് ഒഴിവാക്കണം എന്നല്ല, റിസ്കി മാച്ചസ് ഒക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുക. ഓക്കെ, റീസെൻ്റ് ആയിട്ട് നടന്ന പഞ്ചാബ് അല്ലല്ല, ഇത് മുംബൈയുടെ കൂടെ ഒരു കളി ഉണ്ടായിരുന്നല്ലോ ഈ അടുത്ത് നടന്നത്. മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് ആരായിരുന്നു, ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ. മുംബൈ വേഴ്സസ് ആരായിരുന്നു മുംബൈ ഇന്ത്യൻസ് വേഴ്സസ്. ഇവിടെ നമുക്ക് ഡ്രീം ഇലവനിലെ റീസെൻറ്റ് മാച്ചസ് നോക്കിയാൽ പോരെ. അപ്പോൾ റീസെൻ്റ് ആയിട്ട് നടന്നൊരു മത്സരം ഭയങ്കര ഷോക്കെന്ന് പറഞ്ഞാലും പോരാ, വൻ ഷോക്കുമായിരുന്നു. ഇതാ രാജസ്ഥാൻ റോയൽസ്. ഇത് മുംബൈ, ഇതൊക്കെ റിസ്ക് ആയിട്ടുള്ള ഒരു മാച്ച് ആയിരുന്നു. കണ്ടില്ല, ഞാൻ GL ഇട്ടിട്ട് കൂടെ ഇട്ട പൈസ കൂടെ തിരിച്ചു കിട്ടിയില്ല. ടീം കുറച്ച് റിസ്കി ആയിരുന്നു വെച്ചാൽ റിസ്കി ആയിരുന്നു, ചെറുതായിട്ട് റിസ്കി ആയിരുന്നു. ആയിട്ട് ഇട്ട പൈസ കൂടെ തിരിച്ചു കിട്ടിയില്ല. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ നിങ്ങൾക്ക് വരാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് മോശം സിറ്റുവേഷൻ ആണ്, ഡ്രീം ഇലവനിൽ ലോസ് ആണ് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഡ്രീം ഇലവൻ മാറ്റിയിട്ട് വിഷൻ ഇലവൻ ഒന്ന് കളിച്ച് നോക്കുക. കാരണം ലോസ് ഉള്ളവരുടെ, ഞാൻ വെറുതെ ഇത് പ്രമോഷൻ്റെ ഭാഗമായിട്ട് മാത്രമല്ല, ലോസ് ഉള്ളവർക്ക് പറ്റിയൊരു ആപ്ലിക്കേഷനാണ്. കാരണം ഭയങ്കര കമ്മീഷൻ, ഇവർ മേടിക്കുന്ന കമ്മീഷൻ വളരെ കുറവാണ്. അതുപോലെ തന്നെ നമ്മുടെ ലിങ്ക് വഴി കയറിയാൽ നിങ്ങൾക്ക് 100 രൂപ കിട്ടും. ആ 100 രൂപ വെച്ച് നിങ്ങൾക്ക് കുറച്ച് കളിക്കാൻ പറ്റും. പിന്നെ ഇവിടെ GL ഉണ്ട്. പിന്നെ അതുപോലെ ഒരുപാട് തരം കോൺടെസ്റ്റ്, നമ്മുടെ ഡ്രീം ഇലവനെക്കാട്ടിലും എൻട്രി ഫീസ് കുറവായിട്ടുള്ള ഒരുപാട് കോൺടെസ്റ്റുകൾ ഇവിടെ അവൈലബിൾ ആണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഇവിടെ വേറൊരു പ്രത്യേകതയുണ്ട്, 0 രൂപീസിന് ജോയിൻ ചെയ്ത് തന്നെ നിങ്ങൾക്ക് GL കളിക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഒരെണ്ണം ജോയിൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു മാച്ചിൽ ഞാനൊരു കോൺടെസ്റ്റ്, എവിടെ ഇവന്മാർ എന്തുവാ കാണാത്ത, ഇതാ ഈ 0 റുപ്പീസ് കൊടുത്ത് ജോയിൻ ചെയ്താണ്. ഇതിൽ ഫസ്റ്റ് വന്ന് 5000 രൂപ കിട്ടും. ആദ്യത്തെ 1000 പേർക്ക് 22 രൂപയും കിട്ടും. അപ്പോൾ ഇവന്മാർ വെറുതെ കൊടുക്കുക ഈ പൈസ. 50000 രൂപയ്ക്ക് ഡെയിലി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ ക്യാഷ് ഒന്നും ഇല്ലെങ്കിൽ ഇതിൽ വന്ന് ജോയിൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ വിഷൻ ഇലവൻ്റെ ലിങ്ക് ഉണ്ട്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ ഡ്രീം ഇലവനിൽ ലോസ് ആവുന്ന സമയത്ത് മാറ്റി വേറെ മത്സരങ്ങളൊക്കെ ഒന്ന് കളിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പ്രോഫിറ്റ് ആയി വരുന്ന സമയത്ത് പിന്നെ നിങ്ങൾ റിസ്ക് ഇല്ലാത്ത കുറച്ച് മത്സരങ്ങൾ കളിക്കുക. പിന്നെ അതുപോലെ തന്നെ മെയിനായിട്ട് നിങ്ങൾക്ക് ലോസ് ആകുമ്പോൾ ഒരു വെറൈറ്റി കോൺടെസ്റ്റ് ഉണ്ട്. എല്ലാവർക്കും അറിയണതാണ്, വെറൈറ്റി എന്നൊന്നും പറയാനില്ല. അപ്പോൾ ഞാനൊന്ന് എടുത്ത് പറയുകയാണെങ്കിൽ ഇതാ ഈ കാണുന്ന 0 to 50 നിൽക്കുക, ദെൻ 3 to 50 നിൽക്കുക, 10 നിൽക്കുക. ഇതിൽ 36 രൂപയുടെ കോൺടെസ്റ്റ് ഉണ്ട്. 36 രൂപയുടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ 5 പേർക്ക് 60 രൂപ വെച്ച് കിട്ടും. ഇത് സേഫാണ്, കാരണം നിങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് കിട്ടാനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ്. അപ്പോൾ ഇതുപോലത്തെ കോൺടെസ്റ്റ് ട്രൈ ചെയ്യാം. മാക്സിമം 50% വിന്നിങ്, നിങ്ങൾ കൊടുക്കുന്ന പൈസയ്ക്ക് 50% വിന്നിങ് ഉള്ള കോൺടെസ്റ്റുകൾ ജോയിൻ ചെയ്യുക. H3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H3യുടെ ഏറ്റവും ലോയിൽ പോയി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ക്യാഷ് കിട്ടാൻ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. H3യുടെ ഏറ്റവും ലോയിൽ പോകരുത്, കുറച്ച് പൈസയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണം. ഒരു 125 ഒക്കെ ഇൻവെസ്റ്റ് ചെയ്താൽ അത്രയും നല്ലത്. പക്ഷേ 125 നിങ്ങളുടെ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉണ്ടാവില്ലല്ലോ, കാരണം ലോസ് ആയതുകൊണ്ടല്ലേ. സോ പക്ഷേ അത് ഭയങ്കര സേഫ് ആയിട്ടുള്ള ഒരു കോൺടെസ്റ്റ്, ഒരു 125 ഒരു കോൺടെസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. കാരണം 125 രൂപയുടെ അതൊരു വർത്തായിട്ടുള്ള ഒരു കോൺടെസ്റ്റ് കൂടെയാണ്. ഇത് എന്തുവാ ഇവന്മാർ, എൻ്റെ ഫോണിൻ്റെ കുഴപ്പമാട്ടെ. ഇത് ഇപ്പോൾ നമുക്ക് 1 to 100 എടുത്തിട്ട് ഒരു 3 to 10 എടുക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് വെറൈറ്റി കോൺടെസ്റ്റ് കാണാൻ പറ്റും. ഇപ്പോൾ ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ മറ്റേ ഇതുണ്ട് 77 രൂപയുടെ, ഈ 77 രൂപയുടെ കോൺടെസ്റ്റ് അടിപൊളിയാണ്. ഇത് കാരണം നിങ്ങൾക്ക് കൂടുതൽ അല്ല, ഇത് അടിപൊളിയല്ല, ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത്. 77 രൂപയ്ക്ക് വേറെ ഒരെണ്ണം ഉണ്ടല്ലോ 3 ആൾ കളിക്കുന്നത്. അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം ഈസി ആയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് വിന്നാൻ പറ്റുന്നൊരു ഓപ്ഷനാണ് അത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കോൺടെസ്റ്റുകൾ ട്രൈ ചെയ്യുക. H3 ട്രൈ ചെയ്യുക. H4 ആകുമ്പോൾ പിന്നെ റിസ്ക് ആവും. H3 ഇതിപ്പോൾ ഇതുണ്ടല്ലോ 77 രൂപയുടെ 3, ഇതാ 200 രൂപ ഫസ്റ്റ് വന്നാൽ 200 രൂപ. ഇത് ട്രൈ ചെയ്യുക. ദെൻ അതുപോലെ തന്നെ ഈ 27 രൂപയുടെ ഇതൊന്ന് ട്രൈ ചെയ്യുക. ഇത് പക്ഷേ കുറച്ച് റിസ്ക് ആണ്, കിട്ടാൻ ചാൻസ് കുറവാണ്. 17 നോക്കുക വേണ്ട, കിട്ടാൻ നല്ല ചാൻസ് കുറവാണ്. 35 ഇത് ആരും ട്രൈ ചെയ്യാത്ത, 35 ആരും ട്രൈ ചെയ്യില്ല. ഇത് ട്രൈ ചെയ്യുക. കാരണം ഇതൊക്കെ അധികം പേര് നോട്ട് ചെയ്യാത്ത കോൺടെസ്റ്റുകളൊക്കെ നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. പിന്നെ 60 രൂപയുടെ 50% വിന്നിങ്, ഇങ്ങനത്തെ കോൺടെസ്റ്റൊക്കെ കളിച്ച് നിങ്ങളുടെ ലോസ് മാറിയതിന് ശേഷം പിന്നെ അത്യാവശ്യം ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങുക. കാരണം ലോസ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു വെറി ഉണ്ടാവും. അതായത് പോയ 1000 ആണെങ്കിൽ അതിന് ഒരു 1000 കൂടി ഇട്ട് അതിന് 2000 ആയിട്ട് നീ തിരിച്ചെടുക്കുക എന്നുള്ളത്. പക്ഷെ അത് വേണ്ട. ഡ്രീം ഇലവൻ കുറച്ച് അഡിക്ഷൻ ആയിക്കഴിഞ്ഞാൽ ഇഷ്യൂ ആണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് അത്രയേ ഉള്ളൂ.
ഒരുപാട് പേരുടെ പൈസ പോയതൊക്കെ എനിക്കറിയാം. സോ സേഫായിട്ട് റിസ്ക് ആയിട്ട് ക്യാഷ് കുറച്ച് കളിക്കാൻ ശ്രമിക്കുക. 1000 രൂപയുടെ മുകളിലൊന്നും ഞാൻ കളിക്കാനും പറയില്ല, ഒരു സ്ക്രീൻഷോട്ടോടെ ഞാൻ കാണിച്ചും തരത്തില്ല, എൻ്റെ ഗ്രൂപ്പിൽ ഞാൻ പ്രൊമോട്ട് ചെയ്യില്ല. 1000 രൂപയുടെ കളിക്കുന്നോ അല്ലെങ്കിൽ 1000 രൂപയുടെ മുകളിലിട്ട് ഒരു കോൺടെസ്റ്റ് കളിക്കണം എന്നൊന്നും ഞാൻ പ്രൊമോട്ട് ചെയ്യില്ല. ഞാനും കളിക്കത്തില്ല. കാരണം ഒരുപാട് പേര് കാര്യം അറിയാം. റെഗുലറിൽ ലോസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ ലോസ് നല്ലോണം ഉണ്ടായിരുന്നു. ഇപ്പോൾ ലോസ് ഒന്നുമില്ല, ഇപ്പോൾ പ്രോഫിറ്റ് മാത്രമാണ്. കാരണം ലോസ് ഇല്ലാതെ നമുക്കൊന്നും, ഇപ്പോൾ ട്രേഡിങ് ആണെങ്കിൽ എന്താണെങ്കിലും ലോസ് ഇല്ലാണ്ട് ഒന്നും ഒരു വഴിയിലോട്ട് എത്തത്തില്ല. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രോഫിറ്റാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളും ഡ്രീമില മാത്രമല്ല, കുബേര, വിഷൻ 11 ഇതെല്ലാം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് സ്ക്രീൻഷോട്ട് ഞാൻ ഷെയർ ചെയ്യാത്തതാണ്, പക്ഷേ നല്ല പ്രോഫിറ്റാണ്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ കോൺടെസ്റ്റ്, അതായത് ലോസ് വരുന്ന സമയത്ത് ഇങ്ങനെ മെല്ലെ ഒന്ന് കുറച്ച് വരിക, എന്നിട്ട് നല്ലൊരു ക്യാഷ് നമുക്കൊരു അത്യാവശ്യം പ്രോഫിറ്റ് വെച്ച് കളിക്കില്ലേ. 100 രൂപ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത കോൺടെസ്റ്റ് 100 രൂപയ്ക്ക് ഇട്ട് കളിക്കുകയല്ല ചെയ്യേണ്ടത്. ഈ 100 രൂപയത്തെ ഒരു 20 രൂപ മാറ്റി, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തത് 50 കിട്ടിയത് 100, 70 രൂപ മാറ്റി വെച്ച് 30 രൂപയ്ക്കാണ് അടുത്തേക്ക് കളിക്കുക. ആ 30 കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത് പോവുക, അല്ലെങ്കിൽ പിന്നെ ആ ഒരു 20 രൂപ കൂടി ഇട്ടിട്ട് അടുത്തൊരു കോൺടെസ്റ്റ് ട്രൈ ചെയ്യുക. അങ്ങനെയാണ് ട്രൈ ചെയ്യേണ്ടത്, അല്ലാണ്ട് കൊണ്ട് ക്യാഷ് ഇട്ട് തുലയ്ക്കരുത്. വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടതിനെ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രണ്ട്സ്. ടിപ്സൊക്കെ ഇഷ്ടപ്പെട്ടില്ലേ?